വരും തലമുറയെ വാർത്തെടുക്കുന്നതിൽ അച്ഛനമ്മമാർക്കുള്ള പങ്ക് വളരെ വലുതാണ്. കൂടെ അധ്യാപകർക്കും. 400ഓളം കുട്ടികൾക്ക് പാഠം ചൊല്ലിക്കൊടുക്കുന്ന വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു അധ്യാപികയായി ഇവർ ഇവിടെ ഇന്നും ജീവിക്കുന്നു. ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ചിട്ടും ആത്മവിശ്വാസത്തോടെ അതിനെതിരെ പൊരുതി ജയിച്ച ഇവരുടെ ജീവിത കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം, വളരെ അഭിമാനത്തോടെ. മെഹബൂബ് നഗർ ജില്ലയിലെ മണികൊണ്ട എന്ന ഗ്രാമത്തിലെ സുഗുണ, 36 വയസ്സ്. ഭർത്താവിന്റെ പേര് മാധവുലു. ഇവർക്ക് ഒരു മകളുമുണ്ട്. സ്വന്തം നാടിനോടുള്ള സ്നേഹം മൂലം ആ ഗ്രാമത്തിൽ മാക്ദേവി വിദ്യാലയം എന്നൊരു സ്ഥാപനം ഇവർ ആരംഭിക്കുകയും നടത്തിപ്പോരുകയും ചെയ്തു. കുട്ടികളിവിടെ വിദ്യാഭ്യാസം മാത്രമായിരുന്നില്ല, ജീവിതത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത്. അവരുടെ മാതൃഭാഷയെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു. അമ്മ, ആട്, ഇല, ഈറ്റ. ആ കുട്ടികൾ മറ്റു കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും അവർ സ്വന്തം മക്കളെ പോലെയാണ് അവരെ കണ്ടത്. ഇരുവരും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നുവെങ്കിലും മനുഷ്യർക്ക് ഒരു മനോഹരമായ ഭാവികാലം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു പോന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു. ലക്ഷ്യത്തിലേക്ക് അടുക്കുംതോറും തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നുവെങ്കിലും അവർ അതിനെയും മറികടന്ന് മുന്നോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ അവർക്ക് സംഭവിച്ച ഒരു പ്രശ്നമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ രോഗത്തെ തന്റെ വരുതിയിലാക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച അവരുടെ അധ്വാനത്തെ ഈ ലോകം അഭിമാനത്തോടെയാണ് നോക്കിക്കണ്ടത്. സുഗുണ തന്റെ ജോലിയിലുള്ള ശ്രദ്ധ വിടാതെ തന്നെ ഈ അസുഖത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നും അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നും നമ്മളോട് പറയുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കഠിനമായ വേദന ആരംഭിക്കുകയും അതുമൂലം ക്ലാസ് എടുക്കൽ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. ആദിമ മനുഷ്യൻ പാചകം ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് മനുഷ്യൻ രോഗം മൂലമുള്ള കഠിനമായ വേദന കൊണ്ട് വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. ഒന്ന് നിലത്തിരുന്നാൽ തിരികെ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ തങ്ങളുടെ ജീവിതം തള്ളി നീക്കിയത്. എനിക്ക് ആദ്യം വന്നത് കാലുവേദനയും ബാക്ക് പെയിനും ആയിരുന്നു. ചില സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കുണ്ടായിരുന്നു വേദന. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സാർ. പിന്നെ ആ വാതിലൊന്ന് തുറന്നു വരാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ശരീരവേദന, കാലുവേദന, അങ്ങനെ എല്ലാ വേദനകളും ഉണ്ടായിരുന്നു. കഷ്ടത്തിലായിരുന്നു. ഇത്ര വേദനകൾ ഉണ്ടായിട്ടും ഞങ്ങൾക്കിത് എന്താണ് കാരണമെന്ന് മനസ്സിലാകാതെ പോയി സാർ. ഒരു ബയോളജി ടീച്ചർ ആയിരുന്നതുകൊണ്ട് തൻ്റെ ഭാര്യയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ച് തൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അറിയാവുന്ന ചിലർ സജസ്റ്റ് ചെയ്തിട്ടാ ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നതിന് ശേഷം ടെസ്റ്റ് ഒക്കെ എടുത്തിരുന്നു. അപ്പോഴാ ക്യാൻസർ എന്ന് മനസ്സിലായത്. എന്തായാലും ഇതിനെ പോരാടാൻ ഉറച്ച് അദ്ദേഹം 2021 ഹൈദരാബാദിലുള്ള വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തി. അവിടെ ആരംഭ ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോഴാണത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അവർക്ക് മനസ്സിലായത്. ഇത് ഫെബ്രുവരി 2021 ഞങ്ങൾക്കിത് മനസ്സിലായത്. ബ്രസ്റ്റിൽ കുറച്ച് അബ്നോർമലായിട്ട് ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അബ്നോർമൽ സിംറ്റംസ് എല്ലാം കാണിച്ചപ്പോൾ ഇനി തീരെ വൈകിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എനിക്കറിയാവുന്ന ഒരാൾ സജസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് എല്ലാ സ്കാനും ചെയ്തു. പെറ്റ് സ്കാന്, പിന്നെ മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണെന്നും അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സുഗുണയുടെ ബ്രസ്റ്റ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നതുകൊണ്ട് അത് ഭേദമാകാൻ സാധ്യത കുറവാണ്. 6 മാസം കൂടി മാത്രമേ ഇനി ജീവനോടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർമാരും വിധി എഴുതി. ആ ടെസ്റ്റുകളെല്ലാം എടുത്തതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, 4th സ്റ്റേജ് ആണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് 4th സ്റ്റേജിലേക്കായി എന്നാണ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഓപ്പറേഷൻ ചെയ്താലും 6 മാസത്തിലപ്പുറം ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ഒരു സംഭവത്തോടെ അവരുടെ ജീവിതം മാറിമറിഞ്ഞു. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഈ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയം നിസ്സഹായത കൊണ്ട് വേദന അനുഭവിച്ചു.
ഈ അസുഖം അവരെ ബാധിച്ചതിനേക്കാൾ അവരെ വിഷമിപ്പിച്ചത് തൻ്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമോ എന്ന ആശങ്കയായിരുന്നു. എന്നാൽ ആത്മവിശ്വാസം ഒട്ടും കുറയാതെ സുഗുണ തൻ്റെ ഈ രോഗത്തിനെതിരെ പോരാടാൻ ആരംഭിച്ചു. എന്നാൽ ആദ്യ ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ സുഗുണ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അതിനുശേഷം ഞങ്ങൾ അവൾക്ക് കീമോ കൊടുത്തായിരുന്നു. മൊത്തത്തിലൊരു 4 കീമോ വരെ കൊടുത്തായിരുന്നു. ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ക്ഷീണിതയായിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. മാത്രമല്ല ആഹാരവും ശരിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സുഗുണയെ ഈ അവസ്ഥയിൽ കണ്ട അവരുടെ ഭർത്താവിനും മകൾക്കും അതൊട്ടും തന്നെ സഹിക്കാനാകുമായിരുന്നില്ല. സുഗുണയുടെ കൂട്ടുകാരികളും ഒരുപാട് വേദനിച്ചു. എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയെ ഈ അസുഖത്തിൽ നിന്ന് കരകയറ്റണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്താണ് അദ്ദേഹം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് യൂട്യൂബിൽ വന്ന വീഡിയോസ് എല്ലാം കണ്ട് അവിടെ വരുന്ന എല്ലാവരും രോഗമുക്തി നേടുന്നുവെന്ന് അവർ മനസ്സിലാക്കി. 2021 മാർച്ച് മാസത്തിൽ അവർ സുഗുണയെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ യൂട്യൂബിലാണ് കണ്ടത് സാർ. ഈ പുനർജൻ ആയുർവേദത്തെക്കുറിച്ച് യൂട്യൂബിലാണ് കണ്ടത്. യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാർച്ചിലാണ് ആദ്യം വന്നത്. മാർച്ചിൽ തന്നെ 1 മാസം ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് മെഡിസിൻ തന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ മരുന്ന് തന്നെ ഞങ്ങൾ കൊടുക്കുകയായിരുന്നു. മരുന്ന് കഴിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ ഭേദമാകാൻ തുടങ്ങുകയും 2ാമത്തെ മാസം മുതൽ അവർ സ്വന്തം ജോലി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പുനർജൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുൻപ് കിടക്കയിൽ തന്നെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ കിടന്ന സുഗുണ സ്വന്തം കാര്യങ്ങൾ വീണ്ടും ഒറ്റയ്ക്ക് ചെയ്യാൻ ആരംഭിക്കുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ അത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ കഴിവൊന്നുകൊണ്ട് മാത്രമാണെന്ന് അങ്ങനെ ലോകം മനസ്സിലാക്കി. 2ാമത്തെ മാസം തന്നെ ഏകദേശം ഭേദമായി തുടങ്ങി. ആദ്യത്തെ മാസം തന്നെ നല്ല ഭേദമായിരുന്നു. പിന്നെ 2ാമത്തെ മാസം കൊടുത്ത മരുന്നിനും നല്ല ഫലം കണ്ടു. മാത്രമല്ല അവരിപ്പോൾ സ്വയം എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളിപ്പോൾ അവരെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഭാഗ്യം. ഈ മരുന്നിന് ഫലം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് 9 മാസമായിട്ട് മരുന്ന് വാങ്ങുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് 6 മാസം കഴിക്കണമെന്നാണ്. 6 മാസം കൊണ്ട് ഭേദമാവും തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ ഇത് 9 മാസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് ക്യൂറായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ അവരെന്നെ നോക്കുന്നുണ്ട്. മുൻപ് അവരെങ്ങനെയായിരുന്നോ, അതായത് ഈ രോഗം വരുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നോ അതേപോലെ അതേ ആരോഗ്യത്തോടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അവളുടെ കാര്യം മാത്രമല്ല വീട്ടിലെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹാപ്പിയാണ്. വെറും 9 മാസം മരുന്ന് കഴിച്ചത് മൂലം തന്റെ സാധാരണ ജീവിതത്തിലേക്ക് സുഗുണ പെട്ടെന്ന് മടങ്ങിയെത്തി. അവരുടെ ജീവിതത്തിന്റെ ഈ മാറ്റത്തിന് കാരണം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. യൂട്യൂബിലെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങള് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 മാസത്തേക്കുള്ള മരുന്ന് തന്നു. 15 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയായിരുന്നു. പതുക്കെ നടക്കാനും തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മാർച്ചൊക്കെ ആയപ്പോൾ വീണ്ടും പോയി മരുന്ന് മേടിക്കാൻ തുടങ്ങി. മെഡിസിൻ കഴിച്ചതിന് ശേഷം 2 മാസത്തിനകം തന്നെ നടക്കാനൊക്കെ പറ്റും. ഒരു 2 മാസത്തിനകം തന്നെ നന്നായിട്ട് റിക്കവറായി. അതിനുശേഷം എൻ്റെ ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ 6 മാസത്തിന് ശേഷം എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റി. ഭക്ഷണം ഉണ്ടാക്കുന്നത്, പാത്രം കഴുകുന്നത് എല്ലാം ചെയ്യാൻ പറ്റി. ക്യാൻസറിന് മുമ്പുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പഴയതുപോലെ സ്കൂളിലൊക്കെ പോകാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാം ഭേദമായി. ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. താങ്ക്സ് ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. തന്റെ ഭാര്യയുടെ ഈ യുദ്ധത്തെയും അവർ അതിനെ അതിജീവിച്ച കഥയും അവരുടെ ഭർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ ആശുപത്രിയോട് ഞങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്താന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കാര്യമല്ലല്ലോ. പൊതുവായി എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ക്യാൻസർ വന്നാൽ ജീവിതം പോയി എന്നാണല്ലോ. രോഗിയായി എന്നറിഞ്ഞാൽ പിന്നെ മരിച്ചു പോകുമോ എന്നൊരു ഭയം എപ്പോഴും ഉണ്ടാകും. ആ ആദി കൊണ്ട് മരിച്ചവർ ഒരുപാട് പേരുണ്ട്. സാർ, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ പിന്നെ ആ ഒരു പേടിയൊന്നും നമ്മൾക്ക് വേണ്ട. നമുക്ക് ഇവിടുന്ന് മരുന്ന് വാങ്ങിപ്പോവാം ധൈര്യമായിട്ട്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പേടിക്കേ വേണ്ട. ഡോക്ടേഴ്സ് ആയാലും ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളായാലും ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു ഇൻസ്പിറേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഇൻസ്പിറേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതും വളരെയധികം ഗുണം ചെയ്യും. എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഭയം ഉണ്ടാകും. ആ ഭയം ഇല്ലാതാക്കാനാണ് അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഈ ഇൻസ്പിറേഷൻ ക്ലാസ്സിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെങ്ങനെ ഒഴിവാക്കണം, എങ്ങനെ ചികിത്സിക്കണം,
ഗുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ്, ഡയറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ മരുന്ന് കഴിക്കണം എന്നൊക്കെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. സോ വളരെയധികം നന്ദിയുണ്ട് പുനർജൻ ആയുർവേദത്തിന്. ഇവരെ പോലെ ഒരുപാട് ആളുകളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ച പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിന് ജനങ്ങളുടെ എല്ലാ പിന്തുണയും ആശംസകളും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. Hi, I like to say about Suguna madam. She was suffering with breast cancer for 2-3 years. After that, somehow she went to Punarjan Ayurvedic Hospital. അവിടുന്ന് മെഡിസിൻ എടുത്തായിരുന്നു. ഒരു 9 മാസത്തോളം അവിടുന്ന് മെഡിസിൻ എടുത്തായിരുന്നു. അവർക്കിപ്പോൾ നല്ല ഭേദമുണ്ട്. അവർ സ്വന്തമായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അവർ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് പുനർജൻ ആയുർവേദിക്കിൽ നിന്ന്. ഇപ്പം അവർക്ക് നല്ല മാറ്റമുണ്ട്, നന്നായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട്, താങ്ക്സ് ടു പുനർജൻ. എൻ്റെ പേര് രാജേശ്വരി. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഈ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാഡത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ വർഷം മാഡം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒട്ടും ഉന്മേഷമില്ലായിരുന്നു. ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം മാഡം ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവാണ്. ആ മരുന്ന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ രോഗമെല്ലാം മാറി. താങ്ക്സ് ടു പുനർജൻ ആയുർവേദ. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് അൽവേല. മാഡത്തിന് ക്യാൻസർ ലോക്ക്ഡൗൺ ടൈമിലാണ് വന്നത്. ആ സമയത്ത് മാഡം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മാഡത്തിന്റെ കാര്യം ഓർത്ത്. ഈ ക്യാൻസറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചു. എന്നാൽ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ മാഡത്തിന് കുറവുണ്ട്. കുറഞ്ഞതിന് ശേഷം മാഡം ഇപ്പോൾ ആ പണ്ടത്തെ എനർജിയിലേക്ക് തന്നെ എത്തി. ഇപ്പൊ മാഡത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക്സ് ടു പുനർജൻ ആയുർവേദ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനലി ലിമ. ഞങ്ങളുടെ പ്രിൻസിപ്പലായ സാറിൻ്റെ വൈഫ് സുഗുണ മാഡം കുറച്ച് നാളായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരികയായിരുന്നു മാഡം. അതിനുശേഷം സുഗുണ മാഡം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങി കഴിച്ചു. അതിനുശേഷം മാഡത്തിന് നന്നായിട്ട് മാറിയെല്ലാം. സോ താങ്ക്സ് ടു പുനർജൻ ആയുർവേദിക് ഹോസ്പിറ്റൽ. ക്യാൻസർ ഒരു തവണ ബാധിച്ചാൽ അത് വ്യാപിക്കുന്നതിന് ചാൻസസ് വളരെ കൂടുതലാണ്. ക്യാൻസർ രോഗമുള്ളവർക്ക് അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഫലപ്രദമായ ചികിത്സയാണ് കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള മരുന്ന് വർഷങ്ങളായി കൊടുത്ത് ക്യാൻസർ ബാധിച്ച എല്ലാവരെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താനായി അവർക്ക് പുതിയൊരു ജന്മം നൽകിയിരിക്കുകയാണ് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽസ്. ആരോഗ്യം ഒരു മഹാഭാഗ്യമാണ്. ആയുർവേദവും ദിവ്യൌഷധം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.